നാലാം സൂക്തം. നിൽക്കാൻ കഴിയാത്തവന്റെ നിസ്കാരം. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് ചില ഇളവുകൾ ഇസ്ലാം അനുവദിക്കുന്നു. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നും, ഇരിക്കാനും കഴിയില്ലെങ്കിൽ ചെരിഞ്ഞുകിടന്നും, അതിനും കഴിയില്ലെങ്കിൽ മലർന്നുകിടന്നും നിസ്കരിക്കണമെന്നതാണ് ഇസ്ലാമികാധ്യാപനം. ശാരീരികാരാധനാകർമ്മങ്ങളിൽ പ്രഥമഗണനീയമായ നമസ്കാരം ബുദ്ധിയുണ്ടായിരിക്കുന്ന കാലത്തോളം മനുഷ്യനെ വിട്ടൊഴിയുന്നില്ല. നിസ്കാരത്തിന് ഇത്രമേൽ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ശാരീരിക ക്ഷമതയില്ലാത്തവർക്ക് ഈ ഇളവുകൾ ഇസ്ലാം അനുവദിക്കുന്നത്. രണ്ടു പാദങ്ങളിൽ ഉറച്ച് ശരിയായി നിൽക്കാൻ കഴിയാത്ത ഏതൊരാൾക്കും ഇരുന്ന് നമസ്കരിക്കാം. സൗകര്യപ്പെടുന്ന ഏത് ഇരുത്തവും അനുവദനീയമാണ്. എങ്കിലും സുജൂദുകൾക്കിടയിലുള്ള ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഉത്തമം. ഊര നിലത്തുവെച്ച് കണങ്കാൽ നിലത്തു നാട്ടിയിരിക്കൽ നല്ലതല്ല. ഇരുന്ന് നമസ്കരിക്കുന്നയാൾ സാധാരണ പോലെ റുക്ഉ ചെയ്യുന്നതിനു പകരം കാൽമുട്ടിന്റെ മുൻഭാഗത്തിനു നേരെ നെറ്റിവരുന്ന വിധത്തിൽ കുനിയണം. സുജൂദിന്റെ സ്ഥാനത്തിനു നേരെ നെറ്റിവരുന്ന വിധം കുനിയലാണ് പൂർണ്ണരൂപം. സുജൂദ് സാധാരണ പോലെ കൈയും മുഖവും നിലത്തുവെച്ച് നിർവഹിക്കണം. ഇരിക്കാൻ കഴിയാത്തയാൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകിടന്നാണ് നമസ്കരിക്കേണ്ടത്. ഇടത്തോട്ട് ചെരിഞ്ഞുകിടക്കൽ അനുവദനീയമാണെങ്കിലും കറാഹത്താണ്. കിടക്കുമ്പോൾ മുഖം കിബിലക്കു നേരെയായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്രകാരം കിടന്നു നമസ്കരിക്കുന്നയാൾ റുക്ഉഇനും സുജൂദിനും പകരമായി തലകൊണ്ട് ആംഗ്യം കാണിക്കണം. സുജൂദിന്റെ ആംഗ്യം റുക്ഉഇന്റേതിനേക്കാൾ ശക്തമായിരിക്കണം. ചെരിഞ്ഞുകിടക്കാൻ കഴിയാത്തയാൾ കാൽപാദങ്ങൾ കിബിലക്കഭിമുഖമായി മലർന്നു കിടന്നാണ് നമസ്കരിക്കേണ്ടത്. ഇവിടെയും റുക്ഉഇനും സുജൂദിനും പകരം തലകൊണ്ട് ആംഗ്യം കാണിക്കണം. തല ഉയർന്നിരിക്കാൻ തലയിണയോ മറ്റോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സുജൂദിന്റെ ആംഗ്യം റുക്ഉഇന്റേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാൻ ശ്രദ്ധിക്കണം. തലയനക്കാനും കഴിയില്ലെങ്കിൽ ദൃഷ്ടി കൊണ്ടാണ് റുക്ഉഉം സുജൂദും നിർവഹിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരങ്ങളിൽ നിൽക്കാൻ കഴിയുന്നവനും വേണമെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്.